ഇന്നത്തെ ഞങ്ങളെ യാത്ര രാവിലെ തന്നെ കുറച്ച് നേരത്തെ തന്നെ തുടങ്ങി കേട്ടോ. ഒരു 5:30 ആയപ്പോൾ ഞങ്ങൾ യാത്ര തുറപ്പട്ടെ. നമ്മളെ കിച്ചുമോനെ കാണിക്കാൻ വേണ്ടി കോഴിക്കോട് പോവാണ് കേട്ടോ. കിച്ചുട്ടനും ആദ്യട്ടനൊക്കെ നല്ല ഉറക്കത്തിലാണേ. രാവിലെ തന്നെയുള്ള ചുരത്തിലെ കാഴ്ചയാണ്. നല്ല രസമില്ലേ കാണാൻ തന്നെ. സൂര്യനെ കുതിച്ച് വരുന്നതേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ചുരമൊക്കെ ഇറങ്ങി ആദ്യട്ടനപ്പത്തേനെ എണീച്ചു കേട്ടോ. ഞങ്ങൾ മുമ്പിലൊരു വയനാട് ജംഗിൾ സഫാരി ബസ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നേ. അങ്ങനെ ചുരമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കിച്ചുമോനൊക്കെ വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ കാപ്പി കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് നമ്മൾ അവിടെ ഒരു അമ്മ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി കേട്ടോ. വരുന്ന വഴിക്കാണ് രണ്ടുപേരുടെയും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വണ്ടിയിൽ നിന്ന് തന്നെയാണ് ചേഞ്ചൊക്കെ ചെയ്തത്. അങ്ങനെ മസാല ദോശയൊക്കെ വാങ്ങിക്കൊടുത്തു. കിച്ചുമോൻ പാലൊക്കെ കുടിക്കുകയാണേ. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി കേട്ടോ. വിംസിലാണ് കോഴിക്കോട്. അങ്ങനെ പാർക്കിങ്ങിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ നേരെ മേലോട്ട് നടന്നാണ് കേട്ടോ വന്നത്. നടക്കാൻ വയ്യ പറഞ്ഞിട്ട് അമ്മച്ചീനെ കൊണ്ട് എടുപ്പിക്കുകയാണ് കിച്ചൂട്ടൻ. ആദൂട്ടനും നല്ല ഉറക്കത്തിലാണ്. അങ്ങനെ ഞങ്ങൾ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞിട്ട് കിച്ചുമോൻ ഇന്നൊരു സ്കാനിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്കാനിങ് സെൻറ്ററിൻ്റെ അവിടേക്ക് എത്തി കേട്ടോ. ഞങ്ങളൊരു 9:30 ആയപ്പോഴേനും എത്തിയായിരുന്നു. അപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവിടെ അപ്പോൾ കിച്ചുമോന് മരുന്ന് കയറ്റി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ സ്കാനിങ്. സൂചി വെച്ചതിൻ്റെ സങ്കടത്തിലാണ് കക്ഷി. അപ്പോൾ ആദുമോനെ കാണിച്ചു കൊടുക്കുകയാണ്. പാതുമോൻ പാവം അവൻ്റെ കയ്യിലൊന്നും ഇല്ലല്ലോ എന്നുള്ള മട്ടിൽ നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് പാവയേട്ടന് ഊതിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അടിയൊക്കെ കൂടുമെങ്കിൽ രണ്ടും ഭയങ്കര സ്നേഹത്തിലൊക്കെ തന്നെയാണ് കേട്ടോ. അങ്ങനെ സ്കാനിങ്ങിന് കയറ്റിയേ. കിച്ചുമോന് കയറിയപ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നെയും കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ ചെറുതായതുകൊണ്ട് ആദ്യം ഒന്ന് കാര്യമൊക്കെ ചെയ്തു. പിന്നെ വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ കക്ഷിക്ക് കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞു കൊടുത്ത് അവിടെ ഇങ്ങനെ കിടത്തിയപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴുള്ള കാഴ്ചയാണ് ഇത്. ആദൂട്ടൻ അമ്മയായിട്ട് ഗ്ലാസ്സിന് വേണ്ടിയിട്ടുള്ള അങ്കാട്ടോ. സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് റിസൾട്ട് കിട്ടാൻ 2 മണിക്കൂർ കഴിയുമെന്ന് പറഞ്ഞ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു വന്നാൽ ഫുഡ് കഴിച്ചിട്ട് ഏകദേശം 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വന്നു കേട്ടോ. അപ്പോൾ അവിടെ ഒരു കരിക്ക് വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കിച്ചുമോന് കരിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളത് ഒക്കെ മേടിച്ച് മേലെ ഹോസ്പിറ്റലിലോട്ട് തന്നെ വന്നു കേട്ടോ. ഞങ്ങൾ പുറത്ത് പോയിട്ടായിരുന്നു കേട്ടോ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഹോസ്പിറ്റലിലോട്ട് കയറുന്നവിടെ നട്ടിട്ടുള്ള ചെടികളൊക്കെയാണ്. അത്യാവശ്യം നല്ല വെയിലായിരുന്നു കേട്ടോ. കിച്ചുമോൻ ടർക്കിയൊക്കെ തലയിലിട്ടിട്ടായിരുന്നു നടക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ റിസൾട്ടൊക്കെ കിട്ടി ഡോക്ടറെയൊക്കെ കാണിച്ചു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ 3 മാസം കഴിഞ്ഞൊന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു 6:30 ആയപ്പോൾ അവിടെ നിന്ന് തിരിച്ചു വന്നേ. അവിടെ നിന്ന് വരുമ്പോൾ ചുരം എത്തിയപ്പോൾ നമ്മൾ രാവിലെ കണ്ട ജംഗിൾ സഫാരി ബസ് ഒന്നുകൂടെ കണ്ടു കേട്ടോ. അങ്ങനെ ചുരത്തിലൊക്കെ എത്തി ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ച്. ഇപ്പോൾ അവിടെ നമ്മളെ പണ്ടത്തെ സൈസ് പലതരത്തിലുള്ള മുട്ടായികളൊക്കെ കണ്ട്. അത് കാണുമ്പോൾ ഒരു നൊസ്റ്റി ഫീലല്ലേ. അങ്ങനെ നമ്മൾ കിച്ചുമോന് മുട്ടായൊക്കെ മേടിച്ചു കൊടുത്ത് തിരിച്ച് നേരെ വീട്ടിലോട്ട് വന്നു കേട്ടോ. ഇത് ചുരത്തിൻ്റെ മേലെ നിന്നുള്ള കാഴ്ചയാണ്. എപ്പോൾ പോയാലും കിച്ചൂട്ടൻ അവിടെ ഒന്ന് ഇറങ്ങിയിട്ടേ പോകാറുള്ളൂ കേട്ടോ. ഞങ്ങളെ വീഡിയോസ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്യണേ. ടാറ്റാ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ.